എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഒരു സ്വാദിഷ്ടമായ വളരെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒരു വിഭവമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുകയാണ്. ഇതൊരു സ്പെഷ്യൽ ദോശയാണ്. നല്ല ക്രിസ്പി വളരെ കനം കുറച്ച് ക്രിസ്പിയാക്കി എടുത്താൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം വിശദമായി പറഞ്ഞുതരാം. വളരെ നല്ല കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് മുഴുവൻ. കുറച്ച് ബാർലി, കുറച്ച് ഉലുവ. ഇത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഞാൻ മിക്ക ദിവസം രാത്രി ഇങ്ങനെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ എന്നിട്ട് ആ വെള്ളം രാവിലെ ഞാൻ കുടിക്കും. അത് ഷുഗർ കൺട്രോളിനും കൊളസ്ട്രോൾ കൺട്രോളിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴിക്കാറുണ്ട്. നേരം വിളിച്ചാകുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ദിവസം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു മാത്രം. അപ്പോൾ ഇത് ഞാൻ 2 ഗ്ലാസ് വെള്ളം 2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാലത്ത് ഞാൻ ആ വെള്ളം എടുത്ത് കുടിച്ചു. അതിന് ശേഷമുള്ള ബാർലിയും ഉലുവയാണിത് കേട്ടോ. ആ കുതിർന്ന ബാർലിയും ഉലുവയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മതിയാവില്ലല്ലോ. അങ്ങനെ ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇത്തിരി കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു മാത്രം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റവ, പിന്നെ കുറച്ച് ഓട്സ്, കുറച്ച് റാഗിപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി വേണ്ട ഒരു അരിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിലവർക്ക് മൈദ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് മൈദ ആഡ് ചെയ്യാം. ഞാൻ പക്ഷെ കഴിവതും മൈദ ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് റാഗിപ്പൊടി വളരെ നല്ലതല്ല ആരോഗ്യത്തിന്. റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് ചുവന്നുള്ളി. ഉള്ളി എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ചുവന്നുള്ളി പൊടിയായിട്ട് അരിയുക. ഉള്ളി കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന പറഞ്ഞ പോലെയാണ്. എന്നിട്ട് ഇത് അരച്ചെടുത്തതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, പച്ചമുളക്. പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കണയിലിട്ട് അരക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പക്ഷേ എരിവല്ലാതെ കൂടും. ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പച്ചമുളക് ഇത്തിരിച്ച് പഴുത്ത് തുടങ്ങിയ മുളകായിരുന്നു. പിന്നെ ആ ഉള്ളി അരിഞ്ഞിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം ഒന്ന് ഞരടിയിട്ട് ചേർക്കുന്നുണ്ട്. നല്ല ജീരകം. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്രഷ് കോക്കനട്ട്, നല്ല നാളികേരം. എത്രയും നാളികേരം ചേർക്കണം വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നല്ല വിളഞ്ഞ് പാല് വരുന്ന നാളികേരമാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് ഇത്തിരി കുരുമുളക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ ശരിക്കും എല്ലാം കൂടി നല്ലപോലെ ആ ടേസ്റ്റ് അതിലേക്ക് അലിഞ്ഞ് ചേരുള്ളൂ. ഇഞ്ചിയുടെയും ഉള്ളിയുടെയും കുറച്ച് ഉള്ളി കട്ടി പോലെ തോന്നി. അതാണ് ഞാൻ ഞെരടി ശരിയാക്കണത്. അത് അരച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിടുന്നതാണ് നല്ലത്. അരച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മൾ കല്ല് അടുപ്പത്ത് വെക്കുന്നു. ചൂടാകുമ്പോൾ ദോശ പരത്തുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താട്ടോ. ദോശ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആവണമെന്നൊന്നുമില്ല. ഫ്ലവർ പോലെ ഉണ്ടാക്കാം, സ്ക്വയർ പോലെ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം എനിക്കിന്ന് തിരക്കായിട്ടൊരു സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ 2 ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഭാഗം മൊരിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നെയ്യോ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ മൊരിച്ചെടുക്കണം. എത്രയും മൊരിക്കണമെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും. അത് ഈ റാഗിയുള്ള കാരണം കളറൊന്നും ശരിക്കും കാണില്ല. നമുക്ക് മൊരിയണ കളറൊന്നും. റാഗിയുടെ കറുത്തിരിക്കല്ലേ റാഗി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളറൊക്കെ വരുള്ളൂ. എത്രയും കനം കുറച്ച് പരത്താൻ പറ്റിച്ച് അത്രയും കനം കുറച്ച് പരത്തുക. ഇത് മൊരിയുമ്പോഴേക്കും നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടോ കേട്ടോ. എന്നിട്ട് 2 പുറവും നല്ല പോലെ മൊരിച്ചെടുക്കുക. ഇത് കഴിക്കാൻ പിന്നെ വേറെ ചമ്മന്തി ചട്നിയൊന്നും ആവശ്യമില്ല സത്യത്തിൽ. എന്താ വെച്ചാൽ എല്ലാ സാധനവും തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ചമ്മന്തി ചട്നിയൊന്നും ആവശ്യമില്ല. നമുക്കിത് വെറുതെ ചൂടോടുകൂടി ഇങ്ങനെ എടുത്ത് കഴിക്കാം.
ചേട്ടൻ അങ്ങനെയാണ് ഇരുന്ന് കഴിക്കാറ്, ചൂടോട് കൂടിയിട്ട് ചട്നി ചമ്മന്തിയൊന്നും കഴിക്കാറില്ല എൻ്റെ കൂടെ. പക്ഷേ ഞാൻ ഇത്തിരി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിലായിരുന്നു കഴിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ആരോഗ്യത്തിന് വളരെ വളരെ ഗുണമുള്ള സാധനമാണ്. വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ദോശ ശിശിശം ആവുമ്പോൾ എന്താ രസമല്ല കേൾക്കാൻ. അതുകൊണ്ടാണ് ദോശ എന്ന് പേര് വന്നത്. 2 പ്രാവശ്യം മുറിച്ചിടുമ്പോൾ എന്നുള്ള ശബ്ദം കൊണ്ട്. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഈ ദോശ ഉണ്ടാക്കി കഴിക്കുക. ഇത് റൊട്ടി പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത് ഞാൻ വേറെ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉലുവ, ബാർലി, ഓട്സ്, റാഗി ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെയുള്ള വീഡിയോസുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സ്നേഹം നിങ്ങളുടെ അമ്മു പിയങ്കോമാട്ടി.